بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജാഗ്രത പാലിക്കേണ്ട സ്ഥലത്ത് ശ്രദ്ധയും ജാഗ്രതയും പാലിച്ച് കഴിവിന്റെ പരമാവധി നല്ല മുഅ്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി, മുസ്ലിഹായി ജീവിക്കാൻ ഈ മിമ്പറിൽ കയറി നിൽക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ധാരാളം കേൾക്കുന്നു നമ്മളെപ്പോലെ കേൾക്കുന്നവർ ഒരുപക്ഷെ വേറെ ഒരു മതവിഭാഗവും ലോകത്തില്ല. മതം ധാരാളം കേൾക്കുന്നവരാണ് മുസ്ലിങ്ങൾ. കേൾക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു മുഅ്മിനിന്റെ മുന്നിലേക്ക്, ഒരു മുസ്ലിമിന്റെ മുന്നിലേക്ക് ഒരു പ്രഭാതം പൊട്ടിവിടരുമ്പോ, ഒരു പുലർച്ചെ നമുക്ക് കിട്ടുമ്പോ ധാരാളം നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു മേഖലയായി, ഒരു വേദിയാക്കി ആ പ്രഭാതത്തെ നമുക്ക് മാറ്റാം. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി, എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നു, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ റബ്ബ് എന്നെ ആദരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. കുറച്ച് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിലേക്ക് വരുമ്പോ എന്റെ റബ്ബ് എന്നെ അവഗണിച്ചിരിക്കുന്നു, നിന്ദിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ. ഇതൊക്കെ നമ്മുടെയൊക്കെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ഫജ്റിലെ ഏതാനും ആയത്തുകൾ ഞാൻ വേഗത്തിൽ പറയാം. فَأَمَّا الْإِنسَانُ إِذَا مَا ابْتَلَاهُ رَبُّهُ فَأَكْرَمَهُ وَنَعَّمَهُ فَيَقُولُ رَبِّي أَكْرَمَنِ. അക്രമനി, എന്നെ അക്രമൻ. എന്താണ് അള്ളാഹു അവിടെ പറഞ്ഞത്? ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. റബ്ബുഹു, അവന്റെ റബ്ബാണ് പരീക്ഷിക്കുന്നത്. ഫഅക്റമഹു വനഅമഹു, അവനെ ആദരിച്ചുകൊണ്ടും അവന് നിഅമത്ത് കൊടുത്തുകൊണ്ടും അല്ലാഹു തആല അവനെ പരീക്ഷിക്കുകയാണ്. ഇത് പരീക്ഷണാണ്. സ്വത്ത് കൊടുത്ത്, സന്താനത്തെ കൊടുത്ത്, നല്ല വീട് കൊടുത്ത്, നല്ല വാഹനം കൊടുത്ത്, നല്ല ആദരവ് കൊടുത്ത് അവനെ അല്ലാഹു പരീക്ഷിക്കുന്നു. ഫയഖൂൽ, അപ്പോൾ ആ മനുഷ്യൻ പറയും, റബ്ബി, എന്റെ റബ്ബ് അക്രമൻ, എന്നെ ഇതാ ആദരിച്ചിരിക്കുന്നു. നല്ലതിങ്ങനെ കിട്ടുമ്പോ, നല്ലത് മാത്രം ഇങ്ങനെ കൈകളിലേക്ക് എത്തുമ്പോ, സുഖസുന്ദരമായ ജീവിതം ഇങ്ങനെ കിട്ടുമ്പോ മനുഷ്യൻ പറയുന്നു, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. അല്ലാഹു തുടങ്ങുമ്പോ പറഞ്ഞതോ നാം അവനെ
അള്ളാഹ് പരീക്ഷിക്കുകയാണ് അവനെ. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറഞ്ഞു വീണ്ടും ഒരു മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. എങ്ങനെ? അവന്റെ റിസ്ക്, ഉപജീവനം ഒന്ന് കുടുസമാക്കി. ഇന്നലെ വരെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തതുപോലെ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാനുള്ള ക്യാഷ് ഇപ്പൊ കയ്യിലില്ല. വളരെ ഞെരങ്ങിയും ബുദ്ധിമുട്ടിയുമൊക്കെയാണ് കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഭാര്യയോട് മക്കളോടൊക്കെ പറഞ്ഞു, ഇന്നലകളിൽ ചോദിച്ച പോലെ ചോദിക്കരുത്, എന്റെ ബിസിനസ് അറിയാലോ, എല്ലാം പ്രശ്നത്തിലാണ്, എന്റെ കച്ചവടം അറിയാമല്ലോ, ആകെ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് മുമ്പ് ചോദിച്ചതുപോലെ ഇങ്ങനെ ചോദിക്കല്ലേ, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും കുടിസത ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പൊ മനുഷ്യൻ പറയും, ഫയഖൂൽ, അവൻ പറയും, റബ്ബി, എന്റെ റബ്ബ്, അഹാനൻ, എന്നെ ഇതാ നിന്ദിച്ചിരിക്കുന്നു. അല്ലാഹു പറയല്ല, അങ്ങനെയൊന്നുമല്ലടോ കാര്യം. അല്ലാഹു പറയണേ, നിനക്ക് കുറെ അഭിവൃദ്ധികളും നന്മകളും ഒക്കെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുമ്പോ എന്റെ റബ്ബ് ഇതാ എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് നീ പറയുകയും, ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കുടിസതയും വരുമ്പോ എന്റെ റബ്ബിദാ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന മനുഷ്യനോട് അല്ലാഹു പറയുന്നു, കല്ല, അങ്ങനെയൊന്നുമല്ല കാര്യം. പിന്നെന്താ? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, നീ അനാഥകളെ ആദരിക്കുന്നില്ല. നിന്നെ ആദരിക്കാത്തതിന് നീ അവലാതിയും വേവലാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? എങ്കിൽ നീ അനാഥകളെ ആദരിക്കുന്നില്ല. നീ ഒരു അനാഥ കുഞ്ഞിനെ കാണുമ്പോ ഒന്ന് പരിഗണന കൊടുക്കാൻ അല്ലേ? ചില ആളുകൾക്ക് സമയമില്ല. നമ്മുടെ മക്കളെ ഇങ്ങനെ വാരി പുണരുമ്പോ വേണ്ടതും വേണ്ടാത്തതും വാങ്ങിക്കൊടുത്ത് ജീവിതത്തിന്റെ ക്രമത്തിൽ നിന്ന് ദൂർത്തിലേക്ക്, ദുർവ്വയത്തിലേക്ക്, നമ്മുടെ വീടിന്റെ മുറ്റത്തും വീടിന്റെ ഉള്ളറകളിലും പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും ദൂർത്തിന്റെയും ഒക്കെ അടയാളങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ അയൽപ്പക്കത്ത് താമസിക്കുന്ന അനാഥ മക്കളെ കാണാതെ പോകുന്നവർ, തന്റെ നാട്ടിൽ താമസിക്കുന്ന അനാഥ മക്കളെ കേൾക്കാതെ പോകുന്നവർ പറയാ, നീ അനാഥ മക്കളെ ആദരിക്കുന്നില്ല. ولا تحاضون على طعام المسكين ولا تحاضون على طعام المسكين, മിസ്കീനിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നീ പ്രോത്സാഹനം നൽകുന്നുമില്ല. കൊടുക്കണ്ട നിനക്ക് കഴിയില്ലെങ്കിൽ, കൊടുക്കണ്ട നിനക്ക് കഴിയില്ലെങ്കിൽ. ഇവിടെ അല്ലാഹു പ്രയോഗിച്ച വാക്കെന്താ? വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണ വിഷയത്തിൽ നീ പ്രോത്സാഹനം നൽകുന്ന പോലുമില്ല. കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും കൊടുക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ പ്രോത്സാഹനം കൊടുക്കാൻ ഒരു പാവപ്പെട്ടവനും കഴിയും. നിത്യജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട കൂലിപ്പണിക്കാരൻ, അവന്റെ മക്കള് പട്ടിണി കിടക്കുന്നില്ല. അവിടുത്തെ ഒരു നിത്യരോഗിയുണ്ട്, അധ്വാനിച്ചു കൊണ്ടുവരാൻ ആരുമില്ല, ആ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ഒരു താങ്ങില്ല. എങ്കിൽ കഴിവുറ്റവനോട്, സാമ്പത്തിക ശേഷിയുള്ളവനോട്, സക്കാത്ത് കമ്മിറ്റിയോട്, സ്വതക്ക കൊടുക്കാൻ കഴിവുള്ളവനോട്, ആ മനുഷ്യന്റെ അഭിമാനത്തെ പിച്ച് ചീന്താതെ രഹസ്യമായി വിവരം അവിടെ എത്തിച്ച് ആ മനുഷ്യന് ഭക്ഷണം എത്തിക്കുവാനുള്ള ഏർപ്പാട് ചെയ്താൽ നീ ആ വിഷയത്തിൽ പ്രോത്സാഹനം ചെയ്യുന്നവനാണ്. മുമ്പെപ്പോഴോ എന്തോ വാക്ക് പറഞ്ഞ് തെറ്റിയിട്ടുണ്ട് ആ കുടുംബത്തോട്, എന്തോ ഒരു വാക്കിൽ തെറ്റിപ്പോയതാണ്. അതിന്റെ പേരിൽ ഓം ബുദ്ധിമുട്ടി കിടക്കുമ്പോഴും മിണ്ടണില്ല ആരോട്. കുറച്ച് കിടക്കട്ടെ അവിടെ, ഒന്ന് പാഠം പഠിക്കട്ടെ അവൻ. നിന്നെയും പഠിപ്പിക്കുമല്ല പാഠം. ശരിക്കോർക്കണം, ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ഒരേ കാറ്റഗറൈസിലല്ല, അല്ലല്ലോ, വ്യത്യസ്തരാണ്. ബുദ്ധിയിലും വിവേകത്തിലും കഴിവിലും എല്ലാറ്റിലും മനുഷ്യൻ വ്യത്യസ്ത തട്ടിലാണ്. ആരാണ് തട്ടിലാക്കിയത്? നമ്മളാരുമില്ല, അള്ളാഹുവാണ്. ജന്മനാ ബുദ്ധിയില്ലാത്ത മക്കൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നുണ്ട്. ആരാ അവരെ അങ്ങനെ ആക്കിയത്? അള്ളയാണ് പരീക്ഷിക്കുകയാണ് ആ കുടുംബത്തെ.
അല്ലേ? കാലിന് ഒരു പ്രശ്നം സംഭവിച്ചവനെ, കേൾവിക്ക് പ്രശ്നം സംഭവിച്ചവനെ, കണ്ണിന് പ്രശ്നം സംഭവിച്ചവനെ, കാഴ്ച ശക്തിയില്ലാത്തവനെ, കൈകാലുകൾക്ക് വൈകല്യം സംഭവിച്ചവനെ, അതൊക്കെ വെച്ച് പരിഹാസത്തിന്റെ പേരിട്ട് വിളിക്കുന്നവർ, നീ നേരെ രണ്ട് കാലിൽ ചാടിയും ഓടിയും നടക്കുമ്പോ നിന്നെ അതുപോലെ ഒന്ന് ഇരുത്താൻ അല്ലാഹുവിന് സെക്കൻഡുകൾ ആവശ്യമില്ല. ഓർക്കണം. പണത്തിന്റെ ഊക്ക് നിന്നെ ഗർവിലേക്കും പൊങ്ങച്ചത്തിലേക്കും കൊണ്ടുപോകരുത്. അല്ലാഹു പറയാ, ഇത് മാത്രല്ല നീ ചെയ്യുന്നത്. പാരമ്പര്യമായി പൈതൃകമായി കിട്ടിയ സ്വത്ത് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാപ്പണ്ടാക്കി വെച്ച സ്വത്ത് അങ്ങനെ വിറ്റും മുടിച്ചും തിന്ന് തീർത്തിങ്ങനെ മറ്റുള്ളവരുടെ മേൽ കുതിര കളിച്ച് കളിയാക്കി പരിഹസിച്ചൊക്കെ അങ്ങനെ നടക്കുക പണി. കാരണം പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ബാപ്പ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയ പൈതൃകമായി കിട്ടിയ സ്വത്തൊക്കെ തിന്ന് അതിലിങ്ങനെ ഗർവും പൊങ്ങച്ചൊക്കെ നടിച്ച് ഞങ്ങൾ പണ്ടേ അറിയപ്പെട്ട ഫാമിലിയാന്ന് പറഞ്ഞ് ആളുകളൊക്കെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത്, ഇതൊക്കെ വലിയൊരു ഒരിക്കലും തീർന്നു പോകാത്ത, ആ വറ്റിപ്പോകാത്ത, നശിച്ചു പോകാത്ത, എന്നെന്നും ശാശ്വതമായി നിൽക്കുന്ന എന്തോ ഒന്നാണ് എന്റെ കുടുംബത്തിലുള്ളത് എന്ന ദാഢ്യം നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട, അതാക്കല്ല, വേണ്ട കേട്ടോ. നിന്നെ ഇങ്ങനെ ആക്കിയതും അപ്പുറത്തൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുന്നവനായി മാറിയതും അള്ളാഹു കാണുന്നുണ്ട്. റബ്ബ് പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനവും ഗർവും പൊങ്ങച്ചവും ജീവിത രീതിയും വേണ്ട. ഈ സ്വത്തിനോട് അടങ്ങാത്ത ഒരു പ്രേമവും ഇഷ്ടവും നിനക്ക് വന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ അണിയണിയായി നിന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല അവിടേക്ക് ഇങ്ങനെ ആ വരുന്ന ഒരു ദിവസത്തെ ഓർക്കാനാണ് അല്ലാഹു പറയുന്നത്. അന്നത്തെ ദിവസം നരകത്തെ അന്നേ ദിവസം ഇങ്ങനെ കൊണ്ടുവരുന്ന ആ സമയം, മനുഷ്യനിങ്ങനെ ഓർമ്മ വരും, ബോധം വരും. നരകം ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഭീമാകാരമായ ദിവസം മനുഷ്യനിങ്ങനെ ഓർമ്മ വരും, ബോധം വരും. വേണ്ടായിരുന്നു, പറയേണ്ടിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. നാട്ടിലെ പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും കണ്ടില്ലെന്ന് നടിച്ചത് അപകടമായി പോയി. ആളുകളുടെ ഭക്ഷണ വിഷയത്തിൽ ഇടപെടാതിരുന്നത് അപകടമായി പോയി. അള്ളാഹുവിനെ ഓർക്കാതിരുന്നത് നഷ്ടമായി പോയി. അപ്പൊ അങ്ങനെ ഓർമ്മ വരും. അള്ളാഹ് ചോദിക്കുകയാണ്, ഇപ്പൊ എവിടുന്ന സത്യത്തിൽ ഓർമ്മ വന്നത്? വന്നിട്ട് എന്താ കാര്യം? ബോധം വെക്കേണ്ടത് എപ്പോഴാ? ഇപ്പൊ ഈ മിമ്പറിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഇത് എന്നെ കുറിച്ചാണോ പറയുന്നത്? എന്റെ അയൽവാസികളോട് എന്റെ പെരുമാറ്റം എങ്ങനെ? എന്റെ നാട്ടിലെ പാവപ്പെട്ടവരോട് എന്റെ പെരുമാറ്റം എങ്ങനെ? റേഷനരിയിൽ മാത്രം ജീവിച്ചു പോകുന്നവർ, അങ്ങനെയൊന്നും ഇപ്പൊ കഷ്ടപ്പാടില്ല. ഉണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അന്വേഷിക്കണം. റേഷനരിയിൽ മാത്രം അരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ടേ എന്ന് ചോദിക്കുന്നവരെ എത്ര പേരെ കാണിച്ചു തരണം നിങ്ങൾക്ക്? കഷ്ടപ്പെടുന്നവരില്ലേ? ഉണ്ട്. നമ്മൾ അന്വേഷിക്കുന്നില്ല, നമ്മൾ ആരായുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു നല്ല പ്രൗഢമായ ഒരു ലൈഫാണ് എനിക്കുള്ളത്, അത് തന്നെയായിരിക്കും എല്ലാവരുടേത് എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നാൽ മറ്റൊരാളുടെ ലൈഫിനെ കുറിച്ച്, വേവലാദികളെ കുറിച്ച്, ആവലാദികളെ കുറിച്ച് അന്വേഷിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ, അല്ലാഹു പറയാണ് അന്നത്തെ ദിവസം യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ഒന്ന് ഒരുങ്ങിയിരുന്നെങ്കിൽ
റെഡിയാക്കി വച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആലോചിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് സർവശക്തനായ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ. ഇത് നമുക്ക് അറിയുന്ന ആയത്തുകളാ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ വഅമ്മാ ഇദാ മബ്തലഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാന കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. ഈ ആയത്തുകളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിന്റെ അർത്ഥശകലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അവിടെ സഹോദരങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി ആദ്യം കോപ്പൊരുക്കുക. അത് കുറച്ച് സ്വാർത്ഥത ഉണ്ട്. എന്റെ പരലോകം, എന്റെ ഖബർ, സ്വാർത്ഥത ഉണ്ട്. എല്ലാവരും റെഡിയാവുന്നില്ലെങ്കിൽ എന്നാ പിന്നെ ഞാനും റെഡിയാവുന്നില്ല എന്ന് പരലോക വിഷയത്തിൽ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഒരു ടൂറിലൊക്കെ അങ്ങനെ തീരുമാനിക്കാം, ഓലൊന്നുമില്ലെങ്കിൽ ഞാനില്ല. നിസ്കരിക്കുന്ന കാര്യത്തിൽ ഓനില്ലാത്തത് കൊണ്ട് ഞാനില്ല തീരുമാനിക്കാൻ പറ്റും. സ്വതക്ക കൊടുക്കുന്ന കാര്യത്തിൽ ഓൻ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. സക്കാത്തിന്റെ വിഷയത്തിൽ അവൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? സാമ്പത്തിക ഭദ്രതയുണ്ടായിട്ട് കുടുംബത്തിൽ നിന്ന് ആരും ഉംറയ്ക്കും ഹജ്ജിനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ആരെയും കാത്തിരിക്കാനുള്ള സമയം നമുക്കില്ല. ഓരോ നിമിഷങ്ങളും റബ്ബിന്റെ മുമ്പിൽ പ്രതിഫലാർഹമായ കാര്യങ്ങൾ ചെയ്ത് പ്രതിഫലം വാരിക്കൂട്ടാനുള്ള എല്ലാവിധ മേഖലകളും നോക്കേണ്ടവരാണ് നമ്മൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു പ്രഭാതം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അൽഹംദുലില്ലാഹ് അള്ളാനെ സ്തുതിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എപ്പോ ഉണർന്നാലും അള്ളാനെ സ്തുതിക്കണം. പ്രഭാതത്തിൽ നമ്മൾ ഒരു 4 മണിക്ക് എഴുന്നേറ്റു, ബാങ്ക് വളരെ നേരത്തെയാണ്. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് നമസ്കരിച്ച് ആ പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോ അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, മരിപ്പിച്ച് വീണ്ടും ഇതാ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റബ്ബേ നിനക്കാവുന്ന സർവസ്തുതി. ഉറക്കം ഒരു മരണമാണ്. ഉറക്കം ഒരു മരണമാണ്. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, പെർ ഡേ 25,000 മുതൽ 45,000 ആളുകൾ വരെ ഉറക്കത്തിൽ മരിക്കുന്നു ഒരു ദിവസം. അത് ആ കണക്കൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ, സെർച്ച് ചെയ്തിട്ട്. 25,000 മുതൽ 25,000 മുതൽ 45,000 ആളുകൾ വരെ ഒരു ദിവസം ഉറക്കത്തിൽ മരിക്കുന്നു. ഞാൻ കണക്കങ്ങനെ മുന്നോട്ട് കൂട്ടി നോക്ക്. അപ്പൊ മന്തിരി എത്രയാകും? 7 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഒരു മാസം ഉറക്കത്തിൽ മരിക്കുന്നു. ഒരു വർഷത്തിൽ അതിലേക്ക് കണക്കൂട്ടുമ്പോ ഒരു 90 ലക്ഷം മുതൽ 1,06,7 ലക്ഷം വരെ ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് രണ്ടാമത് ജീവിതം തന്ന് അനുഗ്രഹിച്ച റബ്ബേ നിനക്ക് സ്തുതി. 3 മണിക്ക് വിളിക്കാൻ പറഞ്ഞിരുന്നു, അപ്പ വിളിച്ചപ്പോ മിണ്ടുന്നില്ല. ഡോക്ടറെ അടുത്ത് എത്തിച്ചു, മരിച്ചിട്ട് 1 മണിക്കൂറായി. അറിഞ്ഞിട്ടില്ല കുടുംബം, അല്ലേ? അതേ കട്ടിൽ ഉറങ്ങിയ ഭാര്യ അറിഞ്ഞിട്ടില്ല, അതേ കട്ടിൽ ഉറങ്ങിയ ഭർത്താവ് അറിഞ്ഞിട്ടില്ല, അതേ വീട്ടിലുറങ്ങിയ മക്കൾ അറിഞ്ഞിട്ടില്ല. ആ ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് ജീവിതം തന്ന റബ്ബേ നിനക്ക് സർവസ്തുതി. അങ്ങനൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ എണീക്കുമ്പോ അല്ലാഹുവേ ഒരു വല്ലാത്ത ഒരു പ്രഭാതമാണല്ലോ നീ എനിക്ക് നൽകിയത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, അദ്ദേഹം ഇങ്ങനെ സുബഹി കഴിഞ്ഞിട്ട് ദിക്റും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കൂട്ടുകാരോട് ചോദിക്കും, സൂര്യൻ ഉദിച്ചോ? സൂര്യൻ ഉദിച്ചോ? അപ്പൊ ആളുകൾ പറയില്ല, ഉദിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും, സൂര്യൻ ഉദിച്ചോ? അപ്പൊ കൂട്ടുകാർ പറയും, അതെ ഉദിച്ചു. അപ്പൊ അദ്ദേഹം പറയും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാകുന്ന സർവസ്തുതിയും. ഇന്നത്തെ ഒരു പുതിയ ദിവസത്തിലേക്ക്, ഒരു സൂര്യോദയത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതി. വലം യുഹ്ലിക്നാ ബിദുനൂബിനാ, അവൻ നമ്മൾ ചെയ്ത തെറ്റു നിമിത്തം ഈ സൂര്യോദയത്തിന് മുമ്പ് നമ്മെ നശിപ്പിച്ചിട്ടില്ലല്ലോ.
എന്താ പറഞ്ഞത്? ഈ സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ ചെയ്തു പോയ തെറ്റ് നിമിത്തം നമ്മളെ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലല്ലോ. ഒരു പുതിയ സൂര്യോദയം നൽകിയ റബ്ബേ, ഒരു പുതിയ ദിവസം നൽകിയ നാഥ, നിനക്ക് സ്തുതി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക്, നീ അനുഗ്രഹിക്കണേ അല്ലാ, ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ. അല്ലാഹുമ്മ ബാരിക്, അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ, ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ, ഫീ ബുകൂരിഹാ, ഈ പ്രഭാതത്തിൽ. ആ പ്രാർത്ഥനയുടെ വാക്ക് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കി. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. പടച്ചവനെ, ഒരു പുതിയ പ്രഭാതം നൽകിയിരിക്കുന്നു നീ. ഈ പ്രഭാതത്തിൽ റബ്ബേ, എന്റെ ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ, ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹം കൊടുക്കണേ. ഈ വാക്ക് കേട്ടത് മുതൽ ചില സ്വഹാബികൾ കച്ചവടത്തിനിറങ്ങല് കുറച്ചു കഴിഞ്ഞിട്ടാ. 9 മണിക്ക് ഷോപ്പ് തുറക്കല്. ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം ചില സ്വഹാബികൾ സുബഹി കഴിഞ്ഞ് ഉടനെ കച്ചവട ചരക്കുകൾ കേട്ടോ എവിടേക്കാണോ അയക്കാൻ നിശ്ചയിച്ചിരുന്നത് അങ്ങോട്ട് പറഞ്ഞയക്കുമായിരുന്നു. ആ പ്രഭാതത്തിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി അവർ കൊതിച്ചിരുന്നു. അവിടെ നിസ്കാരത്തിന്റെ സൂര്യ ഉദിക്കുന്നതിന്റെ ഇടയിലുള്ള ഉറക്കണ്ടല്ലോ, അത് വളരെ വളരെ വലിയ അപകടമാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഒരാളെ യാത്രയിൽ വന്ന് ഉറങ്ങിപ്പോയതൊന്നല്ല ഈ പറയുന്നത്, അതൊരു ശീലാക്കുന്ന ആളുകളുണ്ട്. സുബഹി കഴിഞ്ഞിട്ട് കുറച്ചു സമയം ഉറങ്ങുക, അത് പ്രത്യേകമായ ബറക്കത്ത് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അവിടെ ഉപജീവന മാർഗത്തിലേക്ക് നേരത്തെ ഇറങ്ങുക, ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, പ്രഭാത ആ പ്രാർത്ഥനകളിലും ദിക്റുകളിലും നമ്മൾ മുഴുകുക. അവിടെ പ്രത്യേകമായ ബറക്കത്തുണ്ട് എന്നാണ് എനിക്കും നിങ്ങൾക്കും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് ആ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നു, ഈ പ്രാർത്ഥന നിർവഹിച്ചു, നേരെ സുബഹിയുടെ ജമാഅത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്. ഈ ജുമഅക്ക് വന്ന മുഴുവൻ പുരുഷാരത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നത്തെ സുബഹി ജമാഅത്ത് ലഭിച്ചവർ എത്ര പേരുണ്ട്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു. ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് സുബഹി ജമാഅത്ത് കിട്ടി. എന്താ കാരണം കിട്ടാതെ പോയത്? ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് സുബഹി ജമാഅത്ത് കിട്ടിയോ? ചോദ്യമാണ്. നിങ്ങളുടെ വാരിയല്ലുകൾക്കുള്ളിൽ അള്ളാഹു ഭദ്രമാക്കി വെച്ച ഹൃദയത്തിനുള്ളിലേക്ക്, അതേ ചിന്തിക്കാനും ആലോചിക്കാനും റബ്ബ് നൽകിയ നമ്മുടെ ബ്രെയിൻ, തലച്ചോറ് ഉപയോഗിച്ച് അതേ ഒരു ഉത്തരം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ സുബഹി ജമാഅത്ത് നമുക്ക് കിട്ടാതെ പോയത്, കിട്ടിയോ എന്നത് ഞാൻ മാറ്റിവെച്ചിട്ട് കിട്ടാതെ പോയത് എന്ത് കാരണം കൊണ്ടാണ്? നമ്മുടെ അശ്രദ്ധയിൽ പനിച്ചു വറച്ച് കടന്നുപോയതാ? പുറത്തിറങ്ങാൻ പറ്റാത്ത അതിശക്തമായ മരവിച്ചു പോകുന്ന തണുപ്പ് കൊണ്ട? നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ആരും പുറത്തിറങ്ങരുത് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട്? ഇല്ല. എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. പ്രവാചകൻ പറയാ, മൻ സ്വല്ല സുബഹ്, ഒരാൾ സുബഹി നമസ്കരിച്ചു, ജമാഅത്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ അധികാരത്തിലാണ്, സംരക്ഷണത്തിലാണ്. അല്ലാഹ് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ അവന് കൊടുക്കും. ആ പ്രൊട്ടക്ഷൻ ഉള്ളിലാണ് പിന്നെ അവനുള്ളത്. കിട്ടുമോ നമുക്ക്? ഇരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ ഹൃദയങ്ങളോട് ചോദിക്കണം. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തോ, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുക. സുബഹിയോട് ചേർന്ന് നിൽക്കുന്ന 2 റക്അത്ത് ഉണ്ടല്ലോ, സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്, ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിലും അട്ടോ ദുനിയാവിലുള്ളതിനേക്കാൾ ഖൈറാണ് സുബഹിയോട് ചേർന്ന് കിടക്കുന്ന സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. കിട്ടിയോ നമുക്ക്? നമ്മുടെ കുടുംബത്തിൽ പലർക്കും കിട്ടിയോ? 3:30 എണീറ്റ് കളി കാണാൻ നിങ്ങൾ വിളിച്ചോ? മോനെ ഇല്ല. ചോദിച്ചു നോക്കി. ഇപ്പോ ജുമ കഴിഞ്ഞിട്ട് ആരാ ജയിച്ചത്, എങ്ങനെയായിരുന്നു കളി? ഉഷാറായിട്ട് പറയും മറുപടി, അല്ലേ? 4:30 എണീറ്റ് കളി കാണാൻ നിങ്ങൾ ആരും വിളിക്കേണ്ട ആവശ്യമില്ല.
ഇവിടെ കുറെ ചെറുപ്പക്കാരില്ലേ ഇല്ലേ? എന്തായിരുന്നു ഭയങ്കര ആ നിരീക്ഷണങ്ങളാണ്. ചാനൽ തുറന്നാൽ ഞാൻ കളിയെന്ന് എതിർക്കുന്നില്ല, മറിച്ച് ആ ഇൻട്രസ്റ്റ് അള്ളാന്റെ മാർഗത്തിനുണ്ടോ? ഉണ്ടോ? ഇല്ല. അള്ളാന്റെ മാർഗത്തിൽ 450 അടി 450 അടി നീളമുള്ള ഫ്ലെക്സ്, 450 അടി നീളമുള്ള ഫ്ലെക്സ് ഒരു ഫുട്ബോൾ താരങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ റോഡിൽ സ്ഥാപിച്ചപ്പോ, എന്നാൽ അതിന്റെ ലാസ്റ്റ് വാക്കെന്താരോ, ഇതിന്റെ മേലെ വെല്ലാൻ ആരുണ്ട്? അപ്പൊ അടുത്ത ടീം ഞങ്ങളുണ്ട്, 550 അടി. അടുത്ത രാജ്യം മനസ്സിലാണ്ടോ? മുസ്ലിങ്ങൾ വളരെ വളരെ കുറവായിരിക്കും ഈ തോന്നിയാസത്തില്. കളിയൊക്കെ കാണാം, മനുഷ്യന്റെ ഓരോ വിനോദങ്ങളിൽ അനുവദിക്കപ്പെട്ടതുണ്ട്, അതിനൊക്കെ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. ഈ 450 അടി ഫ്ലെക്സ് ഓം വെച്ചിട്ട് ഇതിന്റെ മേലെ വെല്ലാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ഓപ്പോസിറ്റ് സൈഡ് 550 അടി വെച്ച് 2.5 ലക്ഷം രൂപയുടെ 3 ലക്ഷം രൂപയുടെ ഫ്ലെക്സ് വെച്ചിട്ട് എന്ത് കിട്ടാനാ? എത്ര പാവപ്പെട്ടവര്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 500-600 സ്ക്വയർ ഫീറ്റ് വീട് പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടാൻ 4 ലക്ഷം കിട്ടാൻ 6 ലക്ഷം മാക്സിമം കിട്ടാൻ അപേക്ഷ കൊടുത്ത് കാത്തിരുന്നിട്ട് വർഷങ്ങളായി കൊതിച്ചു നിൽക്കുന്നവർ, ഉള്ള 3 സെന്റ് സ്ഥലത്ത് തറയിട്ട് ഒരു വീടിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്നവർ ഇല്ലേ നമ്മുടെ നാട്ടിൽ? നിങ്ങൾ കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം ഈ 3 ജില്ലകൾ മാത്രം എടുത്തോ, ആയിരക്കണക്കിന് ക്ലബ്ബുകളുണ്ട്, ആയിരക്കണക്കിന് ക്ലബ്ബുകൾ. ഈ 3 ജില്ല എങ്ങനെ എടുത്തോ ഒരു എൽ ഷേപ്പിൽ, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം മാത്രം എടുക്കുക, ആയിരക്കണക്കിന് ക്ലബ്ബുണ്ട്. സർവേ ഫലം പുറത്തു വരുന്നത് ഒരു ക്ലബ്ബ് മിനിമം 50,000 രൂപയെങ്കിലും ഈ ലോകകപ്പിന് വേണ്ടി പൊട്ടിച്ചു തീർക്കുന്നു. എത്രയപ്പോ? അതറിയണില്ല. ഒരു ക്ലബിന്റെ കീഴിൽ 4 ചെറിയ മുക്കുണ്ട്, അങ്ങാടി മുക്കുകള്. അവിടെ അപ്പുറത്തെ സൈഡിൽ വേറെ രാജ്യം, ഇപ്പുറത്ത് വേറെ രാജ്യം, അപ്പുറത്ത് വേറെ രാജ്യം, കട്ടൗട്ട്, പുഴയില്, നദിയില്, തോടില്, മലയുടെ മേലെ 80 അടി 60 അടി 40 അടി 50 അടി. ആരാ ഇതിന് മുന്നിലറിയോ? ആരാ? 6 ദിവസം മദ്രസക്ക് പോണ മുസ്ലിം ഉമ്മത്ത്, ക്യാപ്റ്റന്മാരൊക്കോല. ദൂർത്ത് പാടില്ല എന്ന് പഠിക്കാണ്, ദുർവ്യയം ചെയ്യരുതെന്ന് പഠിക്കാണ്. ഇതൊരു സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാനൊക്കെ അതിൽ പിരിവെടുത്ത ആൾ തന്നെയാണ്. പക്ഷേ ഒരുപാട് മുസ്ലിങ്ങൾ കല്യാണത്തിന്റെ പേരിൽ ഒരു കുറെ ദൂർത്ത് കാട്ടുന്നുണ്ട്, അതും പറയണം. പറയണം, തർക്കല്ല. നമ്മൾ ഓരോ നാട്ടില് ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അത് പറയും. ഇത് പറയുമ്പോ വേറൊന്നും മറച്ചു വെക്കാനില്ല. കല്യാണത്തിന്റെ ദിവസം നല്ല 5 നേരം നിസ്കരിക്കണ വാപ്പ പറഞ്ഞാ കേൾക്കൂല. വാപ്പ അങ്ങനെ കൈമലർത്തി ഒരു കസാരത്തെ മൂലയിലിരിക്കുക, വാപ്പയും വാപ്പാന്റെ കൂട്ടുകാരൊക്കെ ഒരു സൈഡൊക്കെയാണ്. അന്ന് തോന്നിയവാസങ്ങൾ ഇങ്ങനെ അരങ്ങേറുകയാണ്, മിണ്ടൂലാരും, ഗഡ്സില്ല. അപ്പൊ വാപ്പാന്റെ നട്ടല് വളഞ്ഞുപോയി. ഞങ്ങളെ ഏറ്റവും ചെറിയ അനിയൻ അതൊക്കെ കൺട്രോൾ ചെയ്യണത്, ഓനോട് പറഞ്ഞിട്ട് കാര്യമല്ല പാപ്പ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടാണ് നിൽക്കുക, ആണോ? ഒരു റബ്ബർ സീലായിട്ട് ഇങ്ങനെ വെറുതെ ആളുകൾ ദൂർത്തും പൊങ്ങച്ചവും തോന്നിയാസവും ഗാനമേളയും എല്ലാ തോന്നിയാസം നടക്കുന്നത്. വാപ്പ ഗേറ്റിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് എല്ലാവർക്കും വരി ഇരിക്കി. റബ്ബർ സ്റ്റാമ്പിന്റെ പണിയെടുക്കാനുള്ള ആളാ. ഇതൊക്കെ ചിന്തിക്കണം. ആവശ്യമില്ലാത്ത എത്രയോ ഏർപ്പ. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ഉമ്മത്ത് മറ്റുള്ള സമുദായത്തിലൊക്കെ പല ദൂർത്തുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. കാളവണ്ടിയില് പുതിയണ്ണും പുതിയാപ്പള്ളിയും പോകുന്ന ഒരു ഉമ്മത്ത് ലോകത്തുണ്ടെങ്കിൽ ഓന്റെ ബെൻസും ഓന്റെ ഓടിയും ഒക്കെ അവിടെ വെച്ചിട്ടാണ് കാളവണ്ടിയിൽ. കാട്ടിക്കൂട്ടലുകൾ, JCBയുടെ ബക്കറ്റിൽ ക്രൈൻ ഉപയോഗിച്ച് മിഠായി കൊടുക്കുന്നത്, ഗുഡ്സിലും ലോറിയിലും പെണ്ണ് കാണാൻ പോകുന്ന ആളുകളുടെ കാറിന് പിറകില് ലോറിയിലും ഗുഡ്സിലും മിഠായി കൊണ്ടുവന്നു. ലോകത്തറിയപ്പെട്ട സ്മാരകങ്ങളുടെ ആകൃതിയിൽ. ഇതൊക്കെ ഈ ഉമ്മത്താ.
ഇതൊക്കെ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ, ഇതുപോലെയുള്ള എല്ലാ പള്ളിയിലും മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ട വാക്കാണ്. അല്ലാഹുവിന്റെ റസൂല് മലയാളത്തിൽ ഖുത്ബ പറഞ്ഞിട്ടില്ല എന്നിട്ട് അറബിയിൽ 50 കൊല്ലം 60 കൊല്ലം ഖുത്ബ കേൾക്കാൻ പോയാല് ഇത് കേൾക്കൂല. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂല് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒന്നും ഖുത്ബ പറഞ്ഞിട്ടില്ല, അറബി തന്നെ പറഞ്ഞു. ആർക്കും തർക്കമില്ല. മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് സംസാരിച്ചതും അറബിയില്ല, വീട്ടിൽ പോയപ്പോ വർത്താനം പറഞ്ഞതും അറബിയില്ല, ഭാര്യനോട് വർത്താനം പറഞ്ഞതും അറബിയില്ല, കച്ചവടം ചെയ്തതും അറബിയില്ല. എന്നാ ഒറ്റ സഹാബി പറഞ്ഞിട്ടില്ല അള്ളാന്റെ റസൂലിന്റെ ഖുത്ബ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ സഹാബികളും പറഞ്ഞത് ഇന്ന ഖുത്ബയിൽ ഞങ്ങൾ ഇന്നത് പഠിച്ചു, ഇന്ന ഖുത്ബയിൽ ഞങ്ങൾ ഇന്നത് പഠിച്ചു. അതിനാ ഖുത്ബ. ഇവിടെ വെറുതെ ഒന്നിങ്ങനെ എണീറ്റ് നിന്നിട്ട് ഒരു കാട്ടിക്കൂട്ടൽ നടത്തി തിരിച്ചു പോകാനുള്ളതല്ല. ഈ പറയുന്നത് എന്റെ ജീവിതത്തിലും കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന ശാഠ്യമുണ്ടാകണം. ഒരു മുഅ്മിനിന് വെള്ളിയാഴ്ച ദിവസം കിട്ടുന്ന ഇന്ധനമാണ് ജുമയുടെ ഖുത്ബ. അവന്റെ മനസ്സ് മാറാൻ, അവൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വിളിച്ച്, മനസ്സിനെ തിരിച്ചു വിളിച്ച്, ശരീരത്തിനെ പിടിച്ചു തിരിച്ച് ഈ നന്മയുടെ റൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഓരോ വെള്ളിയാഴ്ചയും കിട്ടുന്ന ഇന്ധനമാണ്, മുഅ്മിനിന്റെ ഊർജ്ജമാണ് ജുമയുടെ ഖുത്ബ. അതുകൊണ്ട് ഇതൊരു ചടങ്ങായി കാണരുത്. അല്ലാഹു തആല ഇത് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അത് മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് യാത്രയിൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാ, അദ്കാറുസ് സബാഹ് വൽ മസാഹ്, രാവിലെയും വൈകുന്നേരവും നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ, ബിമൻസിലത്തി ദുആഇ കുല്ലമാ സാദ സുംഖുഹു ലം യതഅസ്സർ സാഹിബുഹു. രാവിലെയും വൈകുന്നേരവും നിർവഹിക്കുന്ന ആ ദിക്റുകളും പ്രാർത്ഥനകളും അത് പട്ടയങ്കിയും പരിചയുമാണ്, അങ്കിയും പരിചയുമാണ്. അത് കട്ടികൂട്ടും തോറും അവന്റെ പടച്ചട്ട കട്ടികൂടുകയാണ്, അപകടം കുറയുകയാണ്. അവൻ എന്താ പറഞ്ഞേ? രാവിലെയും വൈകുന്നേരം പേരിനൊരു ദിക്റൊക്കെ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാതെ അതിന്റെ കൃത്യമായ ദിക്റും പ്രാർത്ഥനയും ഒക്കെ ഉള്ളത് വർദ്ധിപ്പിക്കാൻ ഹദീസുകളിലും അതുപോലെ കിതാബിലും വന്നതൊക്കെ മാക്സിമം എടുത്ത് നമ്മുടെ ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ പടച്ചട്ടയും നമുക്കുള്ള സുരക്ഷിത വലയവുമാണ് കട്ടികൂടുന്നത്. അതുകൊണ്ട് അപകടം കുറയുകയാണ് ഉണ്ടാവുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയെ പോലെയുള്ള ആളുകൾ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഗദാ ഖൂത്തുൻ നഫ്സ് ഫഇദാ ലം നതഗദ്ദൽ ഗദാ സഖതത്തിൽ ഖുവ്വ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയെ പോലെയുള്ള ആളുകൾ പറയാ, പ്രഭാതത്തിന്റെ ആ ദിക്റുകൾ എന്നത് അതൊരു ആത്മാവിന് കൊടുക്കുന്ന നീ ഭക്ഷണമാണത്, നിന്റെ ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. അത് ആ ആത്മാവിന്റെ കോട്ടയാണ്. അത് നീ കട്ടി കുറച്ചാൽ, അത് കൊടുക്കാതിരുന്നാൽ, നിർവഹിക്കാതിരുന്നാൽ നിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ദുർബലമാവുക. അത് നിന്റെ ഹൃദയത്തിന് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പ്രഭാതത്തിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് എത്രയോ സമയമുണ്ട്. ആ പ്രഭാതം പോലും നമുക്ക് മനോഹരമാക്കാൻ പറ്റും. സർവശക്തനായ അല്ലാഹ് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാൻ ينزلان فيقول أحدهما اللهم أعطي منفكا خلفه ويقول الآخر രണ്ടാമത്തെ മലക്ക് പറയുന്നു اللهم أعطي ممسكا تلفه. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ. ഒരു പ്രഭാതം, ഇന്നത്തെ പ്രഭാതമാകുമ്പോ ഒരു മുഅ്മിനിന്റെ, ഒരു അടിമയുടെയും, അള്ളാന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരു അടിമയിലും കടന്നു പോകുന്നില്ല ഇങ്ങനെയായിട്ടല്ലാതെ അവന്റെ പ്രഭാതം. എങ്ങനെ? 2 മലക്കുകൾ, ഇല്ല മലക്കാനി യൻസിലാനി, 2 മലക്കുകൾ ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ ഒരടിമയും
അവന്റെ പ്രഭാതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്താ പറയാ? ഫയഖൂലു അഹദുഹുമ, ആ രണ്ട് മലക്കളിൽ ഒരാൾ പറയും, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅതി, നീ നൽക്, നീ കൊടുക്ക്, മുൻഫിക്കൻ ഖലഫ, ചെലവഴിക്കുന്നവന് നീ പകരം കൊടുക്ക് അല്ലാഹ്. രാവിലെ നമ്മുടെ പ്രഭാതത്തില് രണ്ട് മലക്കുകൾ ഒന്ന് പറയാണ്. ഒരു മലക്ക് പറയാ, റബ്ബേ, ഇതാ പുതിയ പ്രഭാതം വന്നിരിക്കുന്നു, ഇതാ ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന വ്യക്തികളുടെ അടുത്താണ്, അല്ലാഹുവേ, കൊടുക്കുന്നവന് നീ പകരം കൊടുക്ക്. രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവന് നശിപ്പിക്കുക അല്ലാഹ്. ചാൻസ് കിട്ടിയ പ്രഭാതത്തിൽ എന്ന് മാത്രമല്ല, രാവിലെ നേരം വെളുത്ത് എന്തെങ്കിലും ഒരു ഖൈറ് ചെയ്യാൻ, സുബൈക്ക് വരുമ്പോ പോക്കറ്റില് ചെറിയൊരു ക്യാഷ് വെച്ചള, വടിയില് ഒരു പാവപ്പെട്ടവനെ കാണുമ്പോ കൊടുക്ക്, പള്ളിയില് സുബഹിക്ക് വരുമ്പോ ദാ അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യരിക്കുന്നുണ്ട്, ആരും കാണാനില്ല, ഉറക്കെ വിളിച്ചു പറയാനൊന്നുമില്ല, സഹായിക്കും. റമദാനിലൊക്കെ എല്ലാ ദിവസം ഇങ്ങനെ കലക്ഷനെ പറ്റി പറയുമ്പോ നമ്മുടെ മനസ്സ്, പടച്ചോനെ, ഇന്ന് എനിക്ക് കൊടുക്കാൻ ഒരു ചാൻസ് ഇല്ലല്ലോ, എന്റെ കയ്യിലില്ലല്ലോ, ആ നെയ്യത്തിന് കൂലി ഉണ്ടാവും. അല്ലാതെ എന്നൊരു പിരിവാണല്ലോ, പ്രാകലല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പിരിവുണ്ടല്ലോ, ഇന്ന് പിരിവൊന്നുമില്ലട്ടോ, ഇങ്ങനെ പറയണം. ഇന്ന് കലക്ഷൻ തേച്ചിട്ട് നിൽക്കണ്ടായിരുന്നു. പിന്നെ എന്താ പറയണത്? എന്തിനാ അത് പറയുന്നത്? ഒരു വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും കലക്ഷനാ. ഒരു നാണയത്തൊട്ട് അള്ളാന്റെ പിന്നെ കൂലി ആഗ്രഹിച്ച് ആ ബക്കറ്റിലേക്ക് ഇടുമ്പോ, പ്രിയപ്പെട്ടവരെ, റബ്ബ് തന്നതിൽ നിന്നാണ് കൊടുക്കുന്നത്. അള്ളാന്റെ പ്രയോഗം ഖുർആനിൽ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് കൊടുക്ക്, നീ കൊണ്ടുവന്നതല്ല, ഞാൻ തന്നതിൽ നിന്ന് കൊടുക്ക്. തന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് പ്രഭാതം എങ്ങനെയാണ് പോകുന്നത്? മലക്കുകൾ വിളിച്ചു പറയുന്നത് എന്താ? രാവിലെ എണീക്കുമ്പോ തന്നെ ഒരാള് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു യാചകൻ, നാശം. രാവിലെ തന്നെ എണീക്കുമ്പോ തന്നെ കലശനാണ്, പറയണ്ട. പരീക്ഷിക്കുകയാണ് അള്ളാഹു തന്നെ, നമ്മളെ പരീക്ഷിക്കുകയാണ്. എന്താ മലക്ക് പറയണത്? അല്ലാഹുമ്മ അഅതി മുൻഫിക്കൻ ഖലഫ, പടച്ചവനെ, കൊടുക്കുന്നവന് നീ പകരം കൊടുക്ക് റബ്ബേ. അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, പിടിച്ചു വെക്കുന്നവന് നശിപ്പിക്ക് റബ്ബേ. അതുകൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണം. ഇതൊക്കെ മുഹമ്മദ് റസൂൽ കരീം, നമ്മുടെ തങ്ങളായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച. അതുകൊണ്ട് മുസ്ലിങ്ങൾ കൊടുക്കുന്നത്ര ലോകത്താര് കൊടുക്കൂല. ഇതൊക്കെ ഒരു സത്യാണ്, വെറുതെ പറയില്ല. നമ്മൾ വേണ്ടതല്ല, മുസ്ലിങ്ങൾ തന്നെ പറയും. നിങ്ങളെ പള്ളിയിൽ കൊടുക്കുന്ന പോലെ, നിങ്ങൾ ചെലവഴിക്കുന്നത് പോലെ ആരും ചെലവഴിക്കൂല. എന്താ കാരണം? നമുക്കുള്ള നിയമമാണ്. നിന്റെ മുമ്പിൽ കുതിരപ്പുറത്ത് വന്നിട്ട് ഒരാൾ ഒരു 100 രൂപ തരുമെന്ന് ചോദിച്ചാൽ, ഓന്റെ കുതിരയുടെ വലിപ്പവും വർണ്ണവും അതിന്റെ വിലയൊന്നും ആലോചിക്കണ്ട, കൊടുക്കുന്ന. നല്ലൊരു ബൈക്കിലൊക്കെ വന്നിട്ട് ഒരാള് ഒരു 100 രൂപ സഹായിക്കും. അപ്പൊ നമ്മൾ ആ ബൈക്കുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് ഇതിനെന്നെ 1.5 ലക്ഷം രൂപ വില. ഓന്റെ കയ്യിൽ അപ്പം 100 രൂപ ഇല്ലാത്ത പ്രശ്നമുണ്ട്. അതിന് ഓന്റെ ബൈക്കിന്റെ വില കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. കൊടുക്കാനാ പറഞ്ഞു നമ്മളോട്. ഇനി കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? നല്ല വാക്ക് പറ. ആട്ടി ഓടിക്കല്ലേ, ആട്ടി ഓടിക്കല്ലേ. ഇത് പഠിപ്പിച്ച ഒരു മതം ലോകത്ത് ഏതാണുള്ളത്? ഇത് പഠിപ്പിച്ച ഒരു മതം ലോകത്ത്, മിസ്കീനും ഫക്കീറിനെയും നിങ്ങൾ തിരിച്ചറിയണേ എന്ന് പഠിപ്പിച്ച മതം ലോകത്ത് വേറെ ഏതുണ്ട്? ഫക്കീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഖുർബയിൽ ആരാണ് ഫക്കീർ? അയാള് പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, എല്ലാവർക്കും അറിയും. ചിലപ്പോ എല്ലാവരും സഹായിക്കുന്നുണ്ടാവും. മിസ്കീൻ ആരോടും പറയില്ല. നല്ല ഇസ്തിരിയിട്ട കുപ്പായിട്ട് വന്നിട്ടുണ്ടാവും, നല്ല ചെരുപ്പിട്ടിട്ടുണ്ടാവും, ഉള്ളതൊക്കെ തുടച്ച് മിനുക്കി ആരും കാണാതെ തുന്നിച്ചേർത്ത് അഭിമാനിയായി നടക്കുന്നുണ്ടാവും. മിസ്കീൻ ആരോടും പറയില്ല. പക്ഷെ വീടിന്റെ ഉള്ളറയിൽ ചെന്ന് നോക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാതെ കണ്ണുനീർ തുടച്ച് മക്കളോട് ആരോടും മിണ്ടണ്ട, പാപ്പ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന മിസ്കീനിനെ പള്ളിയിലെ സക്കാത്ത് കമ്മിറ്റി കണ്ടെത്തണം. അതാ ഡ്യൂട്ടി, മിസ്കീനെ കണ്ടെത്തണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈ ഖുതുബ കഴിഞ്ഞു പോകുമ്പോ അങ്ങനെ ആലോചിക്കണം, എനിക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ.
ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോവും, തിരിച്ചു വരും. ഞാൻ എന്റെ കുടുംബം മക്കളായിട്ട് ഇങ്ങനെ പോവുകയാണ്. പോരാ, നമ്മുടെ കണ്ണും കാതുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, കേൾക്കണം, പഠിക്കണം. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന, നീ നൽകിയതൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുന്ന വലിയ ചിന്താശക്തിയുള്ള ഭാഗ്യവാന്മാരായ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, ജ്യേഷ്ഠാനികന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ പലരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ അവരെയും നാളെ ഞങ്ങളെയും നിന്റെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് പടച്ചവനെ ആ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഏറ്റവും വലിയ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിം ആയതിന്റെ പേരിൽ വേദനിക്കുന്ന ആളുകളുണ്ട് റബ്ബേ, അവർക്ക് നീ പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സാമ്പത്തിക രംഗത്ത് കടത്തിൽ കുടുങ്ങിപ്പോയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന ഒരു യാചകനാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാ. അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്നവരാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.